ഒരു മാന്ത്രിക ദ്രാവകം കണ്ടെത്തി. അതിന്റെ ഒരു തുള്ളി വീണാൽ മതി, ഏത് വസ്തുവും പെട്ടെന്ന് ദുർബലമാകും. ബലമുള്ള ആ മരം വലിയ ശബ്ദത്തോടെ പെട്ടെന്ന് നിലം പതിച്ചു. ജിറാഫിന്റെ അഭിമാനമായിരുന്ന നീണ്ട കഴുത്തിന് പോലും നിമിഷ നേരം കൊണ്ട് അതിന്റെ കരുത്ത് നഷ്ടപ്പെട്ടു. ഒരിക്കൽ കുരങ്ങനും ആനയും വിചിത്രമായിട്ടുള്ള ഒരു ചെടിയുടെ അടുത്തെത്തി. അതിൽ നിന്ന് ധ്രുവവർണ്ണത്തിലുള്ള, അതായത് പർപ്പിൾ കളറുള്ള ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കുരങ്ങൻ അതിന്റെ ഒരു തുള്ളി കയ്യിലെടുത്തു. അതിന്റെ ആകർഷകമായിട്ടുള്ള നിറം കണ്ടപ്പോൾ അതൊന്ന് രുചിച്ചു നോക്കാൻ അവന് തോന്നി. എന്നാൽ ആ നിമിഷം അവന്റെ വിരലുകൾ പെട്ടെന്ന് തളർന്നുപോയി. കൈ കുടഞ്ഞ ദ്രാവകം കളഞ്ഞപ്പോൾ അവന്റെ കൈ പഴയപടിയായി. എങ്കിലും ആ ദ്രാവകം അബദ്ധത്തിൽ അവന്റെ തുടയിൽ പറ്റിപ്പിടിച്ചു. അത് കണ്ട ആനയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ആനയുടെ ഈ പരിഹാസത്തിന് പകരം വീട്ടാൻ കുരങ്ങൻ ആ ദ്രാവകം ആനയുടെ മുട്ടിലേക്ക് തെറിപ്പിച്ചു. കുരങ്ങന് വലിയ സംതൃപ്തി തോന്നി. പ്രതികാരമായിട്ട് ആന തന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് ആ ദ്രാവകം വലിച്ചെടുത്ത് കുരങ്ങന് നേരെ എറിയാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ചടുലമായി നീങ്ങുന്ന കുരങ്ങനെ ലക്ഷ്യം വെക്കുക പ്രയാസകരമായിരുന്നു. പെട്ടെന്ന് ആനയുടെ തുമ്പിക്കൈ തളർന്നുപോയി. മറ്റു വഴികളില്ലാതെ ആന ഒരു വശത്തേക്ക് നീങ്ങി തന്റെ തുമ്പിക്കൈ ഒരു പാറപ്പുറത്ത് വെച്ച് കുരങ്ങന് നേരെ ദ്രാവകം ചീറ്റിച്ചു. സമർത്ഥനായിട്ടുള്ള കുരങ്ങൻ ആ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എന്നാൽ ചുറ്റുമുള്ള മരങ്ങൾ അത്ര ഭാഗ്യവാന്മാരായിരുന്നില്ല. അപ്രതീക്ഷിതമായി എവിടെ നിന്നോ വന്ന ദ്രാവകം കുരങ്ങന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചു. അവന്റെ ശരീരം പെട്ടെന്ന് റബ്ബർ പോലെ ഇലാസ്തികതയുള്ളതായിട്ട് മാറി. ഒരു പച്ചക്കുതിര വെള്ളം ഉപയോഗിച്ച് ആ ദ്രാവകം കഴുകിക്കളയുന്നത് അവൻ കണ്ടു. കുരങ്ങൻ ആ വെള്ളത്തിൽ തൊടാൻ കൈ നീട്ടി നോക്കിയെങ്കിലും അത് വളരെ ദൂരെയായിരുന്നു. അപ്പോഴാണ് രണ്ട് പക്ഷിമുട്ടകൾ അവർക്ക് മുന്നിലൂടെ ഉരുണ്ടുപോയത്. അധികം വൈകാതെ ആ പക്ഷി പരിഭ്രാന്തിയിലൂടെ ഓടി വന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളെ കണ്ടോ എന്ന് അവരോട് ചോദിച്ചു. കുരങ്ങൻ ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടി. എന്നാൽ അവൾ പോയ ഉടനെ തന്നെ ആ രണ്ട് മുട്ടകൾ സ്വയം ഉരുണ്ട് തിരികെ വന്നു. ആ പക്ഷി അമ്മയെ തിരികെ വിളിക്കാനായിട്ട് ആന തന്റെ തുമ്പിക്കൈ ഉയർത്തി ശ്വാസം വലിച്ചു. എന്നാൽ പക്ഷിക്ക് പകരം ഒരു വലിയ കല്ലാണ് ആനയുടെ തുമ്പിക്കൈയിൽ കുടുങ്ങിയത്. അത് അവരെ രണ്ടുപേരെയും ദോശ പോലെ പരത്തി കളഞ്ഞു. ആ കല്ല് പക്ഷിമുട്ടകൾക്ക് നേരെ ഉരുണ്ടു നീങ്ങി. നിർണായകമായിട്ടുള്ള ആ നിമിഷത്തിൽ ആന താഴേക്ക് വായു ചീറ്റിച്ചു. കുരങ്ങനും ആനയും അടുത്തുള്ള ഒരു കുളത്തിലേക്ക് തെറിച്ചു വീണു. അവർ വേഗത്തിൽ സുഖം പ്രാപിച്ച് ആ കല്ലിന് പിന്നാലെ പോയി. എന്നാൽ ആ ഓട്ടത്തിനിടയിൽ കുരങ്ങൻ വീണ്ടും ആ പർപ്പിൾ കളറുള്ള ദ്രാവകത്തിൽ ചവിട്ടി. അവൻ ആനയോട് തുമ്പിക്കൈ കൊണ്ട് അത് എയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ അത് വീണ്ടും പോയിക്കൊണ്ടത് ജിറാഫിന്റെ മേലാണ്. ജിറാഫിന്റെ തല പെട്ടെന്ന് താഴേക്ക് തൂങ്ങിപ്പോയി. പെട്ടെന്ന് കുരങ്ങന് ഒരു ബുദ്ധി തോന്നി. അവൻ ലക്ഷ്യം ശരിയാക്കാനായിട്ട് ആനയുടെ തുമ്പിക്കൈ ഉയർത്തി പിടിച്ചു. കൃത്യസമയത്ത് തന്നെ അവർ ആ വലിയ കല്ലിൽ ലക്ഷ്യം വെച്ചു. നിമിഷ നേരം കൊണ്ട് ആ കല്ല് ഒരു വലിയ മിഠായി പൊതിയായിട്ട് പോലെ മൃദുലമായി മാറി.